ഗസ സിറ്റിയിലേക്ക് ഇസ്രായേൽ സേന മുന്നേറിക്കൊണ്ടിരിക്കെ 105 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ പി ജെയിംസ് തത്സമയം ചേരുകയാണ്. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പി ജെയിംസ്, ഇന്നലെ 24 ഓണാഘോഷത്തിൽ പി ജെയിംസ് സജീവമായി പങ്കെടുത്തു എന്ന് കേട്ടു. ഞാൻ പങ്കെടുത്തു. ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇവിടുത്തെ ചെറുപ്പം കക്ഷികളുമായിട്ടൊക്കെ ആയിരുന്നു പിയുടെ ഗുഡ് ഡാൻസ് എന്നും കേട്ടു. ഞാൻ എന്നും ചെറുപ്പല്ലേ പി വാർദ്ധക്യത്തിലേക്ക് കടക്കാതെ നോക്കണം. വാർദ്ധക്യത്തിലേക്ക് പദമൂന്നിയാൽ ഈ വിദേശ വാർത്ത പറയാൻ നമ്മൾ ചെറുപ്പക്കാരെ കൊണ്ടുവരും. ഐ ആം വൺ ഓഫ് ദി യങ്ങസ്റ്റ് പേഴ്സൺ ഇൻ 24. എന്തോന്ന് പി ഈ കൊല്ലത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരും ഏറ്റവും വലിയ നുണ പറഞ്ഞത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാൻ, ഇനി പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയാലോ? ഇത് കേട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇസ്രായേൽ അതിക്രൂരമായ രീതിയിലാണ് ഗസയിലേക്ക് എരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കരസേന, ഇസ്രായേലിൻ്റെ കരസേനയുടെ ആ ഇരച്ചു കയറ്റത്തിൽ 105 പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതിൽ 55 പേർ ഗസ സിറ്റിയിൽ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. മറ്റു പ്രദേശങ്ങളിലായി ബാക്കി 50ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതിൽ കൂടുതൽ സങ്കടകരമായിട്ടുള്ള കാര്യം, പട്ടിണി കിടന്ന് 13 പേർ കൂടി ഈ മണിക്കൂറുകളിൽ മരണമടഞ്ഞു എന്ന വാർത്ത കൂടി വരുന്നു. യഥാർത്ഥത്തിൽ ഈ ഗസ സിറ്റി അതുപോലെ അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ പട്ടിണിയുടെ നടുവിലാണെന്ന് മാത്രമല്ല നരകതുല്യമാണ്. ഇറ്റ്സ് ഹെൽ എന്നാണ്. ലോകത്തിൽ നരകം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗസയാണ് എന്ന തരത്തിലാണ്. കാരണം പട്ടിണി കിടന്ന് മരിക്കുന്നു, ആശുപത്രിക്ക് നേരെ ആക്രമണം നടക്കുന്നു. ഒരു തരത്തിലും 10ഉം 15ഉം തവണ വീടുകൾ വിട്ട്, വീടുകളില്ല ആർക്കും, വീടുകളൊക്കെ ഏതാണ്ട് നിരത്തിക്കഴിഞ്ഞു. ലക്ഷക്കണക്കിന് വീടുകൾ തകർത്ത് കളഞ്ഞു, കെട്ടിടങ്ങളൊന്നുമില്ല. ആ തരത്തിൽ ടെൻറ്റുകൾ കെട്ടി ജീവിക്കുന്ന മനുഷ്യരാണ് ഒരു ടെൻറ്റിൽ നിന്ന് വേറൊരു ടെൻറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനുഷ്യാവസ്ഥയിൽ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കിയാലും പാലസ്തീൻ എന്ന രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ, ഇപ്പോൾ ഇന്നലെ ബെൽജിയം രംഗത്ത് വന്നു, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇതുപോലെ നരഹത്യ നടക്കുന്നത് കണ്ടു നിൽക്കാനാവില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വരെ പറയുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ തയ്യാറായി രംഗത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത കാലത്തെ ഏറ്റവും വലിയ ഒരു നിരീക്ഷണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേൽ ഗസയിലെ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ശരിയാണ്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ പബ്ലിക് റിലേഷൻ രംഗത്ത്, നയതന്ത്ര രംഗത്ത് പൂർണ്ണമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ അത്ഭുതത്തോടെ ട്രംപ് പറഞ്ഞു. അമേരിക്കയിലെ ഏറ്റവും വലിയ ലോബി ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരായിരുന്നു 20 വർഷം മുമ്പ്. ഇന്ന് ഇസ്രായേലിന് ആ മേൽക്കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിലെ US കോൺഗ്രസിൽ പോലും ഇസ്രായേൽ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയിരിക്കുന്നു. എനിക്ക് പോലും US കോൺഗ്രസിൽ ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന തരത്തിൽ. കാരണം ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഇസ്രായേലിൻ്റെ ഈ നരഹത്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇസ്രായേലിലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എതിർപ്പുമായി രംഗത്തുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ഇസ്രായേൽ മന്ത്രിസഭയുടെ അടിയന്തര യോഗം ചേർന്നപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് വോട്ടിനിടാൻ ധൈര്യമുണ്ടായില്ല. വോട്ടിനിട്ടാൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് ഗസയിലെ ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇതിന് ഏകപക്ഷീയമായി തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു നെതന്യാഹു. എന്തായാലും ഇസ്രായേൽ വളയപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ഒരുപക്ഷെ ഗസ പിടിച്ചെടുക്കാം, പക്ഷേ ലോക മനസാക്ഷിയുടെ മുമ്പിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥയാണുള്ളത്. അതിനിടയിൽ ഹൂതികളുമായിട്ടുള്ള പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേല് മറ്റു രാജ്യങ്ങളിൽ, ലെബനനിൽ, അതുപോലെ തന്നെ സിറിയയിൽ, മറ്റു പ്രദേശങ്ങളിലൊക്കെ കടന്നു കയറാനുള്ള നീക്കത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.